തിരൂരിന് എക്സ്ട്രാ ലാർജ് വെഡിംഗ് ഷോപ്പിംഗ് അനുഭവം ഒരുക്കാൻ ബ്രൈഡൽ ക്രാഫ്റ്റ് നെയ്തെടുക്കാം പുതിയ ബന്ധങ്ങൾ. ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മാൾ, പാൻ ബസാർ, തിരൂർ. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. തിരൂർ ഷായ്ക്ക് സ്മരണാഞ്ജലിയൊരുക്കി തിരൂർ ലളിതകലാ സമിതി. മലബാറിലെ ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ ഉസ്താദ് തിരൂർ ഷാ ഓർമ്മദിനത്തിൽ തൃക്കണ്ടിയൂർ ലളിതകലാ സമിതി ശിഷ്യന്മാരുടെയും ആരാധകരുടെയും കൂട്ടായ്മയിൽ സ്മരണാഞ്ജലിയൊരുക്കി. സമിതി സെക്രട്ടറി വേണുഗോപാൽ കൊൽക്കത്ത അധ്യക്ഷത വഹിച്ചു. ഒരു സംഗീതജ്ഞനെ ഓർമ്മിക്കാനും അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാനും ആണ് ഇന്നതിന് പുറമെ ഇത് കുറേ വർഷങ്ങളായിട്ട് പലരും ചെയ്യുന്നൊരു കർത്തവ്യമാണ്. വർഷത്തിലൊരിക്കലെങ്കിലും അദ്ദേഹത്തിനെ ഒന്ന് ഓർമ്മിക്കുക, ജന്മദിനത്തിലോ അല്ലെങ്കിൽ അദ്ദേഹം നമ്മളെ വിട്ടുപോയ ദിനത്തിലോ അദ്ദേഹത്തിനെ ഒന്ന് ഓർമ്മിക്കുക എന്ന ഔപചാരികമായ ഒരു ചടങ്ങിന് അതീതമായി നിന്നുകൊണ്ട് അദ്ദേഹം നമുക്ക് സമ്മാനിച്ച ചരിത്രത്തിൽ ഇടം പിടിച്ച അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിൽ പൊതിഞ്ഞ സംഗീത സ്വരങ്ങൾ ഇവിടെയുള്ള കലാകാരന്മാർക്കും കലാസ്നേഹികൾക്കും സമൂഹത്തിനും സമ്മാനിച്ച് തൻ്റെ ജീവിതം സംഗീതത്തിനെ ഒരു ഉപജീവനം എന്നതിലുപരിയായി താൻ സമ്പാദിച്ചതടക്കം സംഗീത പുതുകികൾക്കും സംഗീതജ്ഞർക്കും വിദ്യാർത്ഥികൾക്കും വേണ്ടി ചെലവഴിച്ച് കുറച്ച് ആൾക്കാരെ കൊണ്ടായി. അത് കഴിഞ്ഞ് ശ്രുതിലയ തുടങ്ങുന്നുണ്ട്. ശ്രുതിലയിലൂടെ സജീവമായിരുന്നു നമ്മളൊക്കെ. ശ്രുതിലയിൽ പിന്നെ അദ്ദേഹം വലിയൊരു സിത്താറിൻ്റെ താഴെയുള്ള ഒരു ചിത്രം എനിക്കറിയാം. അദ്ദേഹം സിത്താറിൻ്റെ ഇപ്പുറത്ത് എൻ്റെ പകുതി വലുപ്പമുള്ള ഒരാൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ചിത്രമാണ്. എന്തുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ ഓർമ്മിക്കുന്നത് എന്നത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രസക്തി. സംഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർക്ക് കിട്ടുക എന്നുള്ളതൊരു മഹാഭാഗ്യമാണ്. നമ്മുടെ ബഷീർ സാഹിബ് ഈയിടെ അതിൻ്റെ ഒരു ഉദാഹരണം കാണിച്ചു തന്നു. ഞാൻ ഒരു പ്രോഗ്രാം ഇതേമാതിരി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പര്യാവരണത്ത് ഒരു പ്രോഗ്രാമിൻ്റെ സമയമായപ്പോഴും നമ്മുടെ കമ്മ്യൂണിസ്റ്റ് സ്ഥലത്തെത്തിയില്ല. വല്ലാതെ ടെൻസ്ഡായി. പബ്ലിക് പ്രോഗ്രാമാണ്, സമയം വൈകിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടിക്കാലത്ത് തന്നെ ഷാബായിയെ കാണാനും അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന് അദ്ദേഹം പറഞ്ഞു തന്ന പാട്ടുകൾ ബേബീസ് ഓർക്കസ്ട്രയുടെ കാലഘട്ടത്തിൽ പഠിക്കാനും ബേബീസ് ഓർക്കസ്ട്രയുടെ ഓർമ്മ പറയുകയാണല്ലോ വേണ്ടത്. ചുരുക്കി പറയാണ്, ബേബീസ് ഓർക്കസ്ട്രയുടെ റിഹേഴ്സൽ എന്ന് പറയുന്ന ഒരു സ്ഥലം, ക്യാമ്പൊന്നുമില്ലല്ലോ ഒന്ന്. ആ മുഴുവൻ സമയ ക്യാമ്പ് എന്ന് പറയാൻ പറ്റിയത് ഷാബായിയുടെ വീടായിരുന്നു. നിറയെ മാവും പറങ്കിമാങ്ങയും അയിനിയും ഒക്കെയുള്ള വിശാലമായി പുറകോട്ട് കിടക്കുന്ന പറമ്പിൽ ഞങ്ങൾ കുട്ടികൾ ഇട്ട് തന്ന പരിപാടിക്ക് തന്നെ സ്റ്റേജിലേക്ക് പോകാൻ ഇട്ട് തന്ന വെള്ള വസ്ത്രത്തിൽ ഞാനും ബാബുവും നൗഷാദും ജോയും രാജുവും ഒക്കെ പെൺകുട്ടികളായിരിക്കും. അതിൽ ലേശം പുറകോട്ട് ഗീതയും എൻ്റെ പെങ്ങളിൽ ലൈലയും ബീനയും ശേഷം ഉഷയും, പിന്നെ ഞങ്ങളോട് ജോയിൻ ചെയ്തത് കുട്ടനാണ്, ഗോപാലകൃഷ്ണൻ ചെമ്പ്രവട്ട് ഒരു കാലഘട്ടം. അപ്പോൾ വിഭാഗം നമ്മൾ പുതിയങ്ങാടിയിലുണ്ടായിരുന്നു. അവരുടെ മകനായിരുന്നു ആലിക്കുട്ടി സാഹിബ്. കേട്ടിട്ടുണ്ടാവും. ആലിക്കുട്ടി സാഹിബ് എന്ന് പറഞ്ഞാൽ കിരീടം വെക്കാത്ത ഒരു രാജാവായിരുന്നു നമ്മുടെ നാട്ടിൽ ആ കാലത്ത്. ആലിക്കുട്ടി സാഹിബ് എന്ന് പറഞ്ഞാൽ ഒരു രാജാവ് തന്നെ. ആ ആലിക്കുട്ടി സാഹിബിൻ്റെ പ്രൗഢഗംഭീരമായ ജീവിതത്തിൽ പരാജയം സമ്മതിക്കാത്ത ആളുകളാണ് പലരും. അവരോട് നമ്മൾ പറയുന്ന ഇത്തരം ചെറിയ ചെറിയ വാക്കുകൾ പോലും സമൂഹത്തിൽ അവർ തെറ്റായ ദിശയിൽ സഞ്ചരിക്കാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കും എന്നൊരു ചെറിയ അറിവിൽ നിന്ന് ഈ അവസരത്തിൽ ബോധിപ്പിക്കുന്നു. നല്ലതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ സംഗീത രംഗത്ത് ഓരോരുത്തർക്കും എത്ര കാലം വേണമെങ്കിലും ഓർമ്മിക്കാൻ, ഓർക്കാൻ, പ്രാവർത്തികമാക്കാൻ സംഭാവന ചെയ്ത മഹാനായ സംഗീതജ്ഞനാണ് ഷാ ഉസ്താദ്. ഉസ്താദിനെ വിസ്മരിക്കാൻ പാട്ടുകൾ പാടി നമ്മൾ അദ്ദേഹത്തെ ഓർത്തുകൊണ്ട് കേൾക്കാത്ത പല ആളുകൾക്കും ഷാ ഉസ്താദിനെ പറ്റി അറിയാത്ത പല ആളുകളിലേക്കും ഈ ഒരു കാര്യം
എത്തിച്ചു കൊടുക്കാനുള്ള ചുമതലയാണ് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത്. ഓരോ വർഷവും നമ്മൾ മറക്കാതെ നടത്തി വരുന്നു എന്നുള്ളതാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ ഇതിൽ എത്തിച്ചേർന്ന ഷാവുസ്താദ്. കൺവീനർ അശോകൻ വയ്യാട് സ്വാഗതം പറഞ്ഞു. ജോയിന്റ് സെക്രട്ടറി സുന്ദർ തിരൂർ, ഗോപു വെളിയമ്പാട്ട, പ്രശാന്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. സെൽറ്റി തിരൂർ ഉദ്ഘാടനം ചെയ്തു. ഫിറോസ് ബാബു അനുസ്മരണ പ്രഭാഷണം നടത്തി. ഈശ്വർ തിരൂർ, ടി.പി. ചന്തു മാസ്റ്റർ, നൌഷാദ് സി.വി, ബഷീർ ബാബു ഷാ, സബ്ക ഷാഫി, സുനിൽ ദത്ത് ഷാ, നരൻ ചെമ്പൈ, യൂസഫ് താനൂർ, CKM ഹാഷിം, മുഹമ്മദ് ഹനീഫ, ബഷീർ BP അങ്ങാടി, KX ലോറൻസ്, ഷംസുദ്ദീൻ മുണ്ടേക്കാട്ട്, സൈനുദ്ദീൻ EK, വിക്രമൻ PC, ബാവ കൊടാശ്ശേരി, ഉണ്ണികൃഷ്ണൻ TV, ശശി വെട്ടം തുടങ്ങിയവർ പ്രസംഗിച്ചു. ചടങ്ങിൽ പ്രശസ്ത തബലിസ്റ്റ് ബഷീർ BP അങ്ങാടിയെ ആദരിച്ചു. ഉസ്താദ് തിരൂർ ഷാ ചിട്ടപ്പെടുത്തിയ ഗാനങ്ങൾ കോർത്തിണക്കിയ മെഹ്ഫിലിൽ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയ നിരവധി ശിഷ്യരും ആരാധകരും ഗാനങ്ങൾ ആലപിച്ചു. ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ്. നൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ. വെഡിംഗ് സെക്ഷൻ, ഡയമണ്ട് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് ഏരിയ, സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ 1 ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ്, താഴെപ്പാലം, തിരൂർ.